സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി NCERT +1 രണ്ടാമത്തെ അധ്യായം. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭൗതിക സവിശേഷതകളുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു ആ 6 ഭൂപ്രകൃതി വിഭാഗങ്ങൾ? ഒന്നാമത്തേത് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, 2 വടക്കൻ സമതലം, 3 ഉപദ്വീപീയ പീഠഭൂമി, 4 ഇന്ത്യൻ മരുഭൂമി, 5 തീരസമതലങ്ങൾ, 6 ദ്വീപുകൾ. ഇതിൽ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളും അവയുടെ ഡിവിഷൻസുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. പ്രാദേശിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, 2 ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, 3 ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, 4 അരുണാചൽ ഹിമാലയം, 5 കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഈ 5 ഉപവിഭാഗങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവയെ പറ്റിയാണ്. ആദ്യം നമുക്ക് വടക്കൻ സമതലങ്ങളെ പറ്റി പഠിക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലങ്ങൾ കിഴക്കുനിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3000 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. സമതലത്തിന്റെ ശരാശരി വീതി 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്നു. അപ്പം വടക്കൻ സമതലങ്ങളുടെ രൂപീകരണം നടന്നത് എങ്ങനെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളാലാണ് വടക്കൻ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളാൽ രൂപപ്പെട്ടതാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3000 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളാൽ രൂപീകരിക്കപ്പെട്ടതാണ് വടക്കൻ സമതലങ്ങൾ. ഈ സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ 3200 കിലോമീറ്റർ വരെയാണ്. സമതലങ്ങളുടെ ശരാശരി വീതി എത്രയാണ്? 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഈ സമതലങ്ങളുടെ ശരാശരി വീതി. 1000 മുതൽ 2000 മീറ്റർ വരെയാണ് ഈ പ്രദേശങ്ങളിലെ എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം. ബാക്കി ഭാഗം നോക്കാം. വടക്കൻ സമതലങ്ങളെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളായി തിരിച്ചിരിക്കുന്നു. എക്കൽ സമതലങ്ങളെ വീണ്ടും 2ആയി തിരിച്ചിരിക്കുന്നു. അവയാണ് ഖാദറും ബങ്കറും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് വടക്കൻ സമതലങ്ങളുടെ ഡിവിഷനാണ്. വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ബാബർ, 2 ടെറായ്, 3 എക്കൽ സമതലങ്ങൾ. ഈ എക്കൽ സമതലങ്ങളെ വീണ്ടും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഖാദറും ബങ്കറും. ഇനി നമുക്ക് ഇവ ഓരോന്നും പഠിക്കാം. ആദ്യത്തേത് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ. ഇതിന് 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുണ്ട്. പർവ്വത ഭാഗത്തു നിന്ന് വരുന്ന നദികളും നീരുറവകളും ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നു. അപ്പം ബാബർ മേഖലയെ പറ്റി നമ്മൾ എന്താ പഠിച്ചത്? സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന ഇടുങ്ങിയ ഭൂഭാഗമാണ് ഇത് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന ഇടുങ്ങിയ ഭൂഭാഗമാണ് ബാബർ. ഈ ബാബർ മേഖലയുടെ ഏകദേശ വിസ്തൃതി എന്ന് പറയുന്നത് 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായിട്ട് ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന ഭൂവിഭാഗമാണ് ബാബർ എന്ന്. അപ്പം ഈ പർവ്വത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളൊക്കെ ഈ ബാബർ മേഖലയിൽ എത്തുമ്പോൾ അവിടെ നിക്ഷേപിക്കപ്പെടുകയാണ്. കാരണം അവിടെ ചെരിവ് അവസാനിക്കുക. അപ്പം നദികളുടെ ഒഴുക്കും താരതമ്യേന കുറവായിരിക്കും. ഈ മേഖലയിൽ ഈ പാറകളും കല്ലുകളൊക്കെ നിക്ഷേപിക്കപ്പെടുകയും നദികൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പം ബാബർ മേഖലയിലാണ് നദികൾ അപ്രത്യക്ഷമാവുന്നത്. അടുത്ത ഭൂവിഭാഗമാണ് ടെറായ്. ബാബറിന് തെക്കുവശത്തായി കാണപ്പെടുന്ന മേഖലയാണ് ടെറായ്. ഇതിന് ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
ഇവിടെ വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലങ്ങൾ കാണപ്പെടുന്നു. ഈ ചതുപ്പു നിലങ്ങളും ടെറായ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ധാരാളം നൈസർഗിക സസ്യജാലങ്ങൾ തഴച്ചു വളരുന്നു. ധാരാളം വന്യജീവി വർഗങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പം ടെറായ് മേഖലയുടെ സവിശേഷത എന്താണ്? ബാബർ മേഖലയ്ക്ക് തെക്കായിട്ടാണ് ടെറായ് മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ ടെറായ് മേഖലയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. മിക്ക അരുവികളും നദികളൊക്കെ പുനർജനിക്കുന്നതിനാൽ ഈ മേഖലയിൽ ടെറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പു നിലകളും രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവിക സസ്യജാലങ്ങളും വന്യജീവി വർഗങ്ങളാലെല്ലാം സമ്പുഷ്ടമായ മേഖലയാണ് ടെറായ് മേഖല. അപ്പം ബാബർ മേഖലയിൽ അപ്രത്യക്ഷമായിരിക്കുന്ന നദികളെല്ലാം പുനർജനിക്കുന്നത് എവിടെയാണ്? ടെറായ് മേഖലയിലാണ്. അടുത്തത് എക്കൽ സമതലങ്ങളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ബംഗർ, ഖാദർ. ടെറായ് മേഖലയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ബംഗറും ഖാദറും. ഇവ പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശമാണ് ബംഗർ. ഖാദർ രൂപപ്പെട്ടത് പുതിയ നിക്ഷേപങ്ങളിൽ നിന്നാണ്. മണൽ വരമ്പുകൾ, വക്രവലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ്. ബ്രഹ്മപുത്ര സമതലം നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമാണ്. ഇവിടെ ഇടയ്ക്കിടെ വെള്ളപ്പൊക്കമുണ്ടാവുകയും നദികൾ ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു. ഇത് പിണഞ്ഞൊഴുകുന്ന നദികൾ രൂപപ്പെടുന്നതിന് കാരണമാവുന്നു. ഇവിടെയുള്ള നദികളുടെ അഴിമുഖങ്ങളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു. ഉദാഹരണത്തിന് പ്രസിദ്ധമായ സുന്ദർബൻ ഡെൽറ്റ. ഇവിടെ നമ്മൾ എക്കൽ സമതലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ് ഈ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഈ എക്കൽ സമതലങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ബംഗറും ഖാദറും. ഇതിൽ പഴയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ബംഗർ എന്നാണ്. പഴയ എക്കലുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ബംഗർ. പുതിയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഖാദർ എന്നുമാണ്. അപ്പം വടക്കൻ സമതലങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. എക്കൽ സമതലങ്ങളെ തന്നെ 2 ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് ഖാദറും ബംഗറും. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പഴയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ബംഗർ എന്നാണ്. പുതിയ എക്കൽ നിക്ഷേപ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഖാദർ എന്നാണ്. ഈ പ്രദേശങ്ങളുടെ പ്രധാന ഭൂരൂപ സവിശേഷതകൾ ഏതൊക്കെയാണ്? അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളായ മണൽ വരമ്പുകൾ, വക്രവലയങ്ങൾ, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ. ഇതൊക്കെയാണ് ഈ സമതലങ്ങളുടെ പ്രധാന ഭൂരൂപ സവിശേഷതകൾ. ഈ സമതലത്തിന്റെ ഭാഗമായ നദീജന്യ ദ്വീപുകൾക്കും മണൽ വരമ്പുകൾക്കും പ്രസിദ്ധമായ സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ഈ പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും ഭൂരിഭാഗവും ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവും. അതുപോലെ നദികളുടെ ഗതി മാറി ഒഴുകലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ രൂപപ്പെടുന്നതിനൊക്കെ കാരണമാകുന്നു. വടക്കൻ സമതലങ്ങളുടെ ഭാഗമായ നദികളുടെ നദീമുഖങ്ങളിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദർബൻ ഡെൽറ്റയുടെ ഉയരം പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 50 മുതൽ 150 മീറ്റർ വരെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. സുന്ദർബൻ ഡെൽറ്റയ്ക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 50 മുതൽ 150 മീറ്റർ വരെയാണ്. ബാക്കി ഭാഗം നോക്കാം. സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഡൽഹിയും ഹരിയാനയും. സിന്ധു ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഡൽഹിയും ഹരിയാനയും. ബ്രഹ്മപുത്ര നദി ദുബ്രിയിൽ വെച്ച് ഏകദേശം 90 ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുൻപായി വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു. ബ്രഹ്മപുത്ര നദീതീര സമതലങ്ങൾ അതിനാൽ എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ്. ഈ നദീതീര സമതലങ്ങളിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഗോതമ്പ്, നെല്ല്, കരിമ്പ്, ചണം എന്നിവയാണ്. ഇത്തരം ഭൂസവിശേഷതകൾ ഈ പ്രദേശങ്ങളിൽ വലിയ ജനസംഖ്യയ്ക്ക് കാരണമാകുന്നു. വടക്കൻ സമതലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ്. നദീ സമതലങ്ങളിൽ നിന്ന് 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ക്രമരഹിതമായ ത്രികോണാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, തെക്ക് ഏലമലകൾ, കിഴക്ക് താജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. ഉപദ്വീപീയ പീഠഭൂമിക്ക്
നദീസമതലങ്ങളിൽ നിന്നുള്ള ഏകദേശ ഉയരം എന്ന് പറയുന്നത് 150 മീറ്റർ മുതൽ 600 തൊട്ട് 900 മീറ്റർ വരെയാണ്. ഉപദ്വീപീയ പീഠഭൂമിക്ക് നദീസമതലങ്ങളിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് 150 മീറ്റർ മുതൽ 600-900 മീറ്റർ വരെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ആകൃതി എന്ന് പറയുന്നത് ക്രമരഹിതമായ ത്രികോണാകൃതിയാണ്. ക്രമരഹിതമായ ത്രികോണാകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികളാണ് ഇനി പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഡൽഹി മലനിരകളാണ് കാണപ്പെടുന്നത്. ആരവല്ലിയുടെ തുടർച്ചയാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡൽഹി മലനിര. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കായിട്ട് രാജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം ഗിർ മലനിരകളാണ് അതിർത്തിയിടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് ഏലമലകളും ആണുള്ളത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയായിരുന്നു? വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരയാണ്, കിഴക്ക് ഭാഗത്ത് രാജ്മഹൽ കുന്നുകളാണ്, പടിഞ്ഞാറ് ഭാഗത്ത് ഗിർ മലനിരയും തെക്ക് ഭാഗത്ത് ഏലമലകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം നോക്കാം. തട്ടുതട്ടായുള്ള അനേകം പീഠഭൂമികളാൽ നിർമ്മിതമായ ഭൂഭാഗമാണ് ഉപദ്വീപീയ ഇന്ത്യ. ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാബി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പീഠഭൂമികൾ. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയതും സുസ്ഥിരമായി നിലനിൽക്കുന്നതുമായ ഒരു ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്നു. നദികളുടെ ഒഴുക്കിന്റെ ദിശയിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? തട്ടുതട്ടായിട്ടുള്ള അനേകം പീഠഭൂമികളാൽ നിർമ്മിതമായ ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പഠിച്ചു. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗമായ പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയായിരുന്നു? ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാബി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗമായ പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് ഹസാരിബാഗ്, പലാമു, റാഞ്ചി, മാൾവ, കോയമ്പത്തൂർ, കർണാടക പീഠഭൂമി. ഇവയെല്ലാം തട്ടുതട്ടായിട്ടുള്ള പീഠഭൂമികളുടെ നിരകളാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു ഭൂവിഭാഗവുമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞാണ് വരുന്നത്. പീഠഭൂമിയുടെ ഉയരത്തിലുള്ള ഈ മാറ്റം നദികളുടെ നീരൊഴുക്ക് മാതൃകയിൽ നിന്നും കണ്ടെത്തിയ വസ്തുതകളാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ, മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തായ പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ, അതായത് ഭിത്തി പോലെയുള്ള പാറകൾ. ഇവയൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സങ്കീർണമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണുള്ളത്. നിഷ്ഫല ഭൂമിയും ഗിരികന്ധരങ്ങളും അടങ്ങുന്ന പ്രദേശമാണിത്. ഇതിന് ഉദാഹരണമാണ് ചമ്പൽ, ബിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികൾ. ഇപ്പം എന്താ പറഞ്ഞത്? പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിഷ്ഫല ഭൂമിയും ഗിരികന്ധരങ്ങളും അടങ്ങുന്ന സങ്കീർണമായ ഭൂപ്രകൃതിയാണ് നിഷ്ഫല ഭൂമികൾ. നിഷ്ഫല ഭൂമികൾക്ക് ഉദാഹരണമാണ് ചമ്പൽ, ഹിന്ദ്, മൊറീന നദികൾ സൃഷ്ടിക്കുന്ന പ്രദേശങ്ങൾ. പീഠഭൂമിയുടെ പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തിക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബാക്കി ഭാഗം നോക്കാം. ഭൂപ്രകൃതിയിലെ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഡക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. പീഠഭൂമിയുടെ വൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡക്കാൻ പീഠഭൂമി.
പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്ല മലനിരകളും മഹാദിയോ കുന്നുകളുമാണ് ഡക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ. ഡക്കാൻ പീഠഭൂമി വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ ഇതറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ഡക്കാൻ പീഠഭൂമി നീലഗിരി കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിലാകട്ടെ ഇതറിയപ്പെടുന്നത് ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ എന്നീ പേരുകളിലാണ്. അപ്പം ഡക്കാൻ പീഠഭൂമിയുടെ അതിർത്തികൾ ആദ്യം പഠിക്കാം. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിര് പശ്ചിമഘട്ടാണ്. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ പശ്ചിമഘട്ടാണ്. കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം, വടക്ക് ഭാഗത്ത് സത്പുര മൈക്കൽ നിരകൾ, മഹാദിയോ കുന്നുകളുമാണ്. അപ്പം ഡക്കാൻ പീഠഭൂമി അതിര് പങ്കിടുന്നത് എങ്ങനെയാണ്? പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടം, വടക്ക് സത്പുര മൈക്കൽ നിരകളും മഹാദിയോ കുന്നുകളുമാണ്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരിലാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി കുന്നുകൾ എന്ന പേരിലാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ എന്ന പേരിലാണ്. അപ്പോൾ സഹ്യാദ്രി എന്ന പേരിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നീലഗിരി കുന്നുകൾ എന്ന് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലുമാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരുകളാണ് ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ. ഡക്കാൻ പീഠഭൂമിയുടെ ബാക്കി ഭാഗം നോക്കാം. പശ്ചിമഘട്ടത്തിന് പൂർവ്വഘട്ടത്തേക്കാൾ ഉയരക്കൂടുതലും തുടർച്ചയുമുണ്ട്. ഇതിൻ്റെ ശരാശരി ഉയരം 1500 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമല കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് നീലഗിരി കുന്നുകളിലെ ദൊഡ്ഡാബേട്ട കൊടുമുടി. 2637 മീറ്ററാണ് ഉയരം. അപ്പം നമ്മൾ എന്താ അവിടെ പഠിച്ചത്? പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരക്കൂടുതലുള്ളതാണ്. അതുപോലെ തുടർച്ചയായിട്ടുള്ള ഒരു പർവ്വതനിരയാണ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരക്കൂടുതലുള്ളവയും തുടർച്ചയുമുള്ള പർവ്വതനിരയാണ്. പിന്നെ പഠിച്ചത് എന്താ? വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്തോറും ഉയരം വർദ്ധിച്ചു വരികയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 150 മീറ്ററാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്തോറും ഉയരം വർദ്ധിച്ചു വരികയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 150 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമലക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമലക്കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിയാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ദോഡാബെട്ട കൊടുമുടി. 2637 മീറ്ററാണ് ഈ കൊടുമുടിയുടെ ഉയരം. ബാക്കി ഭാഗം നോക്കാം. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ നദികളാൽ അപരദനം ചെയ്യപ്പെട്ട തുടർച്ചയില്ലാത്തതും ഉയരം കുറഞ്ഞതുമായ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിലുള്ളത്. ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന മലനിരകളാണ് ജാവടി കുന്നുകൾ, പൽക്കോണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ എന്നിവ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ വെച്ച് സന്ധിക്കുന്നു. മിക്ക ഉപദ്വീപീയ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഒട്ടുമിക്ക ഉപദ്വീപീയ നദികളും ഉത്ഭവിക്കുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ ഈ നദികളുടെ അപരദന പ്രവർത്തന ഫലമായി തുടർച്ച നഷ്ടപ്പെട്ടതും ഉയരം കുറഞ്ഞ കുന്നുകളുമാണ് പൂർവ്വഘട്ടം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരക്കൂടുതലുള്ളതും തുടർച്ചയുള്ളതാണെന്ന് പറഞ്ഞു. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ നദികളുടെ അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പൂർവ്വഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെട്ടത്. ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ട കുന്നുകൾ. ഡക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ് ജാവതി കുന്നുകൾ, പൽക്കോണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ. ഡക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളാണ് ജാവതി കുന്നുകൾ,
പൽക്കോണ്ട നിര, നല്ലമല കുന്നുകൾ, മഹേന്ദ്രഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമി 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെക്കാൻ പീഠഭൂമി, രണ്ടാമത്തേത് മധ്യ ഉന്നതതടം, മൂന്നാമത്തേത് വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിലിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഡെക്കാൻ പീഠഭൂമി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യ ഉന്നതതടം. മധ്യ ഉന്നതതടത്തിന്റെ പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ച പടിഞ്ഞാറ് ജയ്സാൽമർ വരെ വ്യാപിച്ചു കിടക്കുന്നു. നീളമേറിയ മൺകൂനകളും ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മൺകൂമ്പാരങ്ങളും നിറഞ്ഞ പ്രദേശമാണ് ഇത്. മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലകളുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. ഈ ഭൂവിഭാഗം അതിൻ്റെ ചരിത്ര കാലഘട്ടങ്ങളിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700-1000 മീറ്റർ ഉയരത്തിലാണ് മധ്യ ഉന്നതതടം കാണപ്പെടുന്നത്. ഇതിൻ്റെ ചെരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. യമുന നദിയുടെ പോഷക നദികളിൽ ഭൂരിഭാഗവും വിന്ധ്യാപർവ്വത നിരകളിൽ നിന്നും കൈമൂർ പർവ്വത നിരകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായ ബാനസ് ആരവല്ലി പർവ്വതത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മധ്യ ഉന്നതതടത്തിന്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. ഇവയുടെ തെക്കുഭാഗത്തുള്ള ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ധാതു വിഭവങ്ങളുടെ വൻ കരുതൽ ശേഖരവുമുണ്ട്. അപ്പം മധ്യ ഉന്നതതടത്തിന്റെ ഓരോ പോയിന്റ്സ് ആയിട്ട് പഠിക്കാം. മധ്യ ഉന്നതതടങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. മധ്യ ഉന്നതതടങ്ങളുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലാണ്. മധ്യ ഉന്നതതടങ്ങളുടെ ചെരിവ് പ്രധാനമായിട്ടും ഏത് ദിശയിലേക്കാണ്? വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് മധ്യ ഉന്നതതടങ്ങളുടെ ചെരിവ്. മധ്യ ഉന്നതതടത്തിന്റെ പടിഞ്ഞാറേ അതിർത്തി ആരവല്ലി പർവ്വതമാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതം അതിർത്തിയായിട്ടുള്ള ഭൂവിഭാഗമാണ് മധ്യ ഉന്നതതടം. മധ്യ ഉന്നതതടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സത്പുര നിര. പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് മധ്യ ഉന്നതതടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വത അതിർത്തിയാണുള്ളത്. അതുപോലെ മധ്യ ഉന്നതതടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് പറയുന്നത് സത്പുര നിരകളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചെരുവുകളോടുകൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ടതാണ് സത്പുര നിരകൾ. തുടർച്ചയില്ലാത്തതും വൻതോതിൽ അപരദനത്തിനും വിധേയമായതുമായ അവശിഷ്ട പർവ്വതങ്ങളാണ് മധ്യ ഉന്നതതടം. ഈ പോയിന്റ് ഓർത്ത് വെച്ചോളൂ. തുടർച്ചയില്ലാത്തതും വൻതോതിൽ അപരദനത്തിനും വിധേയമായ അവശിഷ്ട പർവ്വതങ്ങളാണ് മധ്യ ഉന്നതതടം. നീളമേറിയ മൺകൂനകളും ബർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകളും നിറഞ്ഞ പ്രദേശമാണ് മധ്യ ഉന്നതതടം. മധ്യ ഉന്നതതടം എന്ന് പറയുന്നത് നീളമേറിയ മൺകൂനകളും ബർക്കനുകൾ എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മൺകൂനകളും നിറഞ്ഞ പ്രദേശമാണ്. ചരിത്രകാലഘട്ടത്തിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് മധ്യ ഉന്നതതടം വിധേയമായിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ പ്രദേശത്തിലെ മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലകളുടെ സാന്നിധ്യമാണ് ചരിത്രകാലഘട്ടത്തിൽ കായാന്തരീകരണ പ്രക്രിയയ്ക്ക് മധ്യ ഉന്നതതടം വിധേയമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാനുള്ള കാരണങ്ങൾ. യമുന നദിയുടെ ഭൂരിഭാഗം പോഷക നദികളും ഉത്ഭവിക്കുന്നത് വിന്ധ്യ പർവ്വത നിരകളിൽ നിന്നും കൈമൂർ പർവ്വത നിരകളിൽ നിന്നുമാണെന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. അതുപോലെ ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചമ്പൽ നദിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് ബനാസ്. മറന്നുപോകരുത്, ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചമ്പൽ നദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ബനാസ്. മധ്യ ഉന്നതതടത്തിൽ കിഴക്കൻ തുടർച്ചയായി കാണപ്പെടുന്ന കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ. മധ്യ ഉന്നതതടത്തിന്റെ കിഴക്കൻ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന കുന്നുകളാണ് രാജ്മഹൽ കുന്നുകൾ. മധ്യ ഉന്നതതടത്തിൽ ഇത്രയും പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന 3 ഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയും മധ്യ ഉന്നതതടവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ പീഠഭൂമിയെ പറ്റിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു തുടർച്ചയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കു ദിശയിലേക്കുള്ള ചലനത്തിന്റെ ഭാഗമായി ചെലുത്തപ്പെട്ട ബലം മൂലം
രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടു. പിന്നീട് അനേകം നദികൾ നടത്തിയ നിക്ഷേപണ പ്രവർത്തനങ്ങൾ മൂലം ഈ ഗർത്തമേഖല മൂടപ്പെട്ടു. അതിനാൽ ഇപ്പോൾ മേഘാലയ പീഠഭൂമിയും കർബി അങ്ലോങ് പീഠഭൂമിയും ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ട് സ്ഥിതി ചെയ്യുന്നു. മേഘാലയ പീഠഭൂമിയെ 3 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. പ്രാദേശിക ഗോത്രവിഭാഗത്തിന്റെ പേരുകളിലാണ് ഈ കുന്നുകൾ അറിയപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പോലെ മേഘാലയ പീഠഭൂമിയും കൽക്കരി, ഇരുമ്പയിര്, സിലിമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും ഈ പ്രദേശത്ത് വലിയ അളവിൽ മഴ ലഭിക്കുന്നു. അതിനാൽ ഉയർന്ന തോതിൽ അപരദനം ചെയ്യപ്പെട്ട ഉപരിതലമാണ് മേഘാലയ പീഠഭൂമിയിലുള്ളത്. ചിറാപുഞ്ചിയിലാകട്ടെ സസ്യാവരണങ്ങളൊന്നുമില്ലാത്ത പാറക്കെട്ടു പോലെയുള്ള ഉപരിതലമാണ് കാണപ്പെടുന്നത്. അപ്പം നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് വടക്ക് കിഴക്കൻ പീഠഭൂമിയെ പറ്റി പഠിക്കാം. പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ ഏതൊക്കെയാണ്? മേഘാലയ പീഠഭൂമിയും കർബി അങ്ലോങ് പീഠഭൂമിയും. പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്ന് വേർപെട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളാണ് മേഘാലയ പീഠഭൂമിയും കർബി അങ്ലോങ് പീഠഭൂമി. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ പേരിനെ അടിസ്ഥാനമാക്കി മേഘാലയ പീഠഭൂമിയെ 3 ഉപവിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ പേരിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മേഘാലയ പീഠഭൂമിയെ 3 ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത്. ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്തിയ കുന്നുകൾ. അസമിലെ കർബി അങ്ലോങ് കുന്നുകൾ മേഘാലയ പീഠഭൂമിയുടെ തുടർച്ചയായി കാണപ്പെടുന്നുണ്ട്. അതിനാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പോലെ തന്നെ മേഘാലയ പീഠഭൂമിയിലും ധാതു നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. മേഘാലയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം. മേഘാലയ പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാലാണ് മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകുന്നതിനുള്ള കാരണം. മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതി ദൃശ്യമാകാൻ കാരണം എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുള്ള വലിയ അളവിൽ മഴ ലഭിക്കുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്, ചിറാപുഞ്ചി മേഖല സസ്യജാലങ്ങളില്ലാത്ത പാറകൾ നിറഞ്ഞ പ്രദേശമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ മരുഭൂമിയെ പറ്റിയാണ്. ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. നീളമേറിയ മൺകൂനകൾ, ബർക്കനുകൾ എന്നിവയടങ്ങിയ നിമ്നോന്നമായ ഭൂപ്രദേശമാണിത്. ഇവിടെ മഴ വളരെ കുറവാണ്. വർഷത്തിൽ 150 മില്ലിമീറ്റർ താഴെ മാത്രമേ ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാറുള്ളൂ. ഇന്ത്യൻ മരുഭൂമിയിൽ വരണ്ട കാലാവസ്ഥയാണ് ഉള്ളത്. അതിനാൽ ഇവിടെ സസ്യജാലങ്ങൾ വിരളമാണ്. ഇത്തരം സവിശേഷതകൾ ഉള്ളതിനാൽ ഇന്ത്യൻ മരുഭൂമി മരുസ്ഥലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കാം, ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മരുഭൂമിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? നീളമേറിയ മൺകൂനകളും ബർക്കനുകളും അടങ്ങിയ നിമ്നോന്നമായ ഭൂപ്രദേശമാണ് ഇന്ത്യൻ മരുഭൂമി. വർഷത്തിൽ 150 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. അതുപോലെ തന്നെ മരുഭൂമിയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സസ്യജാലങ്ങളുടെ അഭാവവും ഉണ്ട്. ഇത്തരം സവിശേഷതകൾ കാരണമാണ് ഇന്ത്യൻ മരുഭൂമി മരുസ്ഥലി എന്നറിയപ്പെടുന്നത്. ബാക്കി ഭാഗം നോക്കാം. ഇന്ത്യൻ മരുഭൂമി കടലിൻ അടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടം ഏതാണ്? മെസോസോയിക് കാലഘട്ടം. ഇതൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇന്ത്യൻ മരുഭൂമി കടലിനടിയിലായിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലഘട്ടമാണ് മെസോസോയിക് കാലഘട്ടം. ഇന്ത്യൻ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഫോസിലുകളുടെ ഏകദേശ പ്രായം എത്രയാണ്? 180 ദശലക്ഷം വർഷമാണ്. അതുപോലെ ഇന്ത്യൻ മരുഭൂമിയിലെ ഉപരിതല ഭൂപ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വരണ്ട കാലാവസ്ഥ, ഭൗതിക അപക്ഷയം, കാറ്റിന്റെ പ്രവർത്തനം. ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് കൂൺശിലകൾ, അസ്ഥിര മൺകൂനകൾ, മരുപ്പച്ചകൾ. ഇന്ത്യൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് കൂൺശിലകൾ, അസ്ഥിര മൺകൂനകൾ, മരുപ്പച്ചകൾ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ മരുഭൂമി പ്രദേശത്തിന്റെ കിടപ്പ് അനുസരിച്ച് മരുഭൂമിയെ 2 ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തേത് സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്ക് ഭാഗം, രണ്ടാമത്തേത് റാൺ ഓഫ് കച്ചിലേക്ക് ചരിവുള്ള തെക്കൻ ഭാഗം.
ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ മരുഭൂമി പ്രദേശത്തിന്റെ കിടപ്പ് അനുസരിച്ച് മരുഭൂമിയെ രണ്ടായി തിരിക്കുന്നു. സിന്ധ് പ്രദേശത്തേക്ക് ചരിവുള്ള വടക്കു ഭാഗവും റാൺ ഓഫ് കച്ചിലേക്ക് ചരിവുള്ള തെക്കൻ ഭാഗവും. മരുഭൂമിയുടെ തെക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന പ്രധാന നദിയാണ് ലൂണി നദി. മരുഭൂമിയുടെ തെക്ക് ഭാഗത്തു കൂടി ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. അതുപോലെ കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ് മരുഭൂമി പ്രദേശങ്ങളിലെ ജലദൗർബല്യത്തിന് കാരണം. മരുഭൂമി പ്രദേശത്തെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. മരുഭൂമിയിലെ ചില അരുവികൾ ഏതാനും ദൂരം ഒഴുകിയതിനു ശേഷം അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ ഒരു തടാകത്തിലോ പ്ലയയിലോ ഒക്കെ ചെന്ന് ചേരുകയും ചെയ്യുന്നുണ്ട്. പ്ലയ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാദങ്ങളിൽ കൂടുതൽ ജലം എത്തിച്ചേരുന്നതിനാൽ സമതലങ്ങളിൽ ജലം കെട്ടിനിന്ന് ആഴം കുറഞ്ഞ ജലാശയങ്ങൾ രൂപപ്പെടുന്നു. ഇവയാണ് പ്ലയ എന്നറിയപ്പെടുന്നത്. അവസാദങ്ങളിൽ കൂടുതൽ ജലം എത്തിച്ചേരുമ്പോൾ അത് സമതലങ്ങളിൽ ജലം കെട്ടി നിന്ന് ആഴം കുറഞ്ഞ ജലാശയങ്ങൾ രൂപപ്പെടാൻ കാരണമാകും. ഇവയാണ് പ്ലയ എന്നറിയപ്പെടുന്നത്. മരുഭൂമിയിൽ ഉയർന്ന തോതിൽ ബാഷ്പീകരണം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ജലത്തിന് അധികകാലം നിലനിൽക്കാനാകാത്തതിനാൽ ഇവിടെ സമൃദ്ധമായ ലവണ നിക്ഷേപങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ലവണങ്ങളാൽ മൂടപ്പെട്ട പ്ലയ സമതലങ്ങളെ ആൽക്കലി ഫ്ലാറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ലവണങ്ങളാൽ മൂടപ്പെട്ട പ്ലയ സമതലങ്ങളെ ആൽക്കലി ഫ്ലാറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. മരുഭൂമിയിലെ തടാകങ്ങളിലും പ്ലയയിലും ലവണജലമാണ് ഉള്ളത്. അതിനാൽ ഇത് ഉപ്പിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്രോതസ്സാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തീരസമതലങ്ങൾ. ഇന്ത്യക്ക് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ട്. ഇവയെ സ്ഥാനത്തിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പശ്ചിമ തീര സമതലങ്ങൾ, പൂർവ്വ തീര സമതലങ്ങൾ. സ്ഥാനത്തിന്റെയും സജീവമായ ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ തീരപ്രദേശങ്ങളെ പ്രധാനമായും രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് പശ്ചിമ തീര സമതലങ്ങളും രണ്ടാമത്തേത് പൂർവ്വ തീര സമതലങ്ങളും. അപ്പോൾ അതിലാദ്യം പശ്ചിമ തീര സമതലങ്ങൾ പഠിക്കാം. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ പശ്ചിമ തീര സമതലം വ്യാപിച്ചു കിടക്കുന്നു. അറബിക്കടലിന് സമാന്തരമായാണ് ഇത് കിടക്കുന്നത്. മുങ്ങിത്താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വാരകാപുരി കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. സമതലങ്ങൾ താഴ്ന്നുപോയതിന്റെ ഫലമായി ആ ഭാഗത്ത് പ്രകൃതിദത്ത തുറമുഖങ്ങൾ രൂപം കൊള്ളുന്നതിന് അനുകൂല സാഹചര്യമുണ്ടായി. തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനും ഇത് സഹായകമായി. കണ്ട്ല, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി എന്നിവയാണ് പശ്ചിമ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് പശ്ചിമ തീര സമതലങ്ങളാണ്. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ഭാഗമായിരുന്നതും കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കുന്നതുമായ പ്രദേശമാണ് ദ്വാരകാ പട്ടണം. സമതലങ്ങൾ താഴ്ന്നു പോകൽ പ്രക്രിയയുടെ ഫലമായി പശ്ചിമ തീരത്ത് പ്രകൃതിദത്തമായിട്ടുള്ള തുറമുഖങ്ങളും ഹാർബറുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കാണ്ട്ല തുറമുഖം, മസഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, മംഗളൂരു, കൊച്ചി. പശ്ചിമഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത് വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെയാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത് ഏതാണ്? താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. മറന്നുപോകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പശ്ചിമ തീരത്തെ 4 ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവയാണ് ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവൻ തീരം, കേരളത്തിലെ മലബാർ തീരം. അപ്പോൾ നമ്മൾ പഠിച്ചത് പശ്ചിമ തീരത്തിന്റെ പ്രധാന ഉപവിഭാഗങ്ങളാണ്. ഒന്നാമത്തേത് കച്ച് കത്തിയവാർ തീരം ഗുജറാത്തിലാണ്, കൊങ്കൺ തീരം മഹാരാഷ്ട്ര, ഗോവ തീരം കർണാടക, മലബാർ തീരം കേരളം. അടുത്ത പോയിന്റ്, പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയവയും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി കൂടിയതുമാണ്. പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതാണ്. തെക്ക് ഭാഗവും വടക്കു ഭാഗവും വിസ്തൃതി കൂടി വരുന്നതുമായാണ് കാണപ്പെടുന്നത്. തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. ആ പോയിന്റ് ഓർത്തു വെക്കണം. തീരസമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. മലബാർ തീരത്തെ കായലുകൾ കൊണ്ടുള്ള പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഉൾനാടൻ ജനഗതാഗതത്തിന് സാധ്യമാകുന്നു, മത്സ്യബന്ധനത്തിന് സാധ്യതയുണ്ട്, വിനോദസഞ്ചാരത്തിന്.
പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ കായലാണ് പുന്നമട കായൽ. അടുത്തത് കിഴക്കൻ തീര സമതലം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീര സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലങ്ങൾ. കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഇവയിൽ ഉൾപ്പെടുന്നു. ഉയർത്തപ്പെട്ട തീരങ്ങളായതിനാൽ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകത എന്താണ്? കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ്. അതുപോലെ ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലം. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീരസമതലങ്ങൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ പഠിച്ചത് എന്താണ്? ഉയർത്തപ്പെട്ട തീരസമതലത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലം. പശ്ചിമ തീരം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പശ്ചിമ തീര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ പശ്ചിമ തീര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ പശ്ചിമ തീര സമതലങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, കിഴക്കൻ തീര സമതലങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ തീരസമതലത്തിൽ തുറമുഖങ്ങളും ഹാർബറുകളും കുറയാനുള്ള പ്രധാന കാരണം എന്താണ്? ഇവ ഉയർത്തപ്പെട്ട തീരങ്ങളായതുകൊണ്ടാണ്. കിഴക്കൻ തീരസമതലം ഉയർത്തപ്പെട്ട തീരങ്ങളായതുകൊണ്ടാണ് ഈ തീരസമതലങ്ങളിൽ തുറമുഖങ്ങളും ഹാർബറുകളും ഒക്കെ കുറയാൻ കാരണം. അപ്പൊ തീരസമതലങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ളത് ദ്വീപുകൾ. ഇന്ത്യയിൽ 2 പ്രധാന ദ്വീപ് സമൂഹങ്ങളാണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നവയും. ബംഗാൾ ഉൾക്കടൽ ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളുടെ എണ്ണം എന്ന് പറയുന്നത് 572 എണ്ണാണ്. ബംഗാൾ ഉൾക്കടൽ ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ അല്ലെങ്കിൽ ചെറുദ്വീപുകളുടെ എണ്ണം 572 ആണ്. ബംഗാൾ ഉൾക്കടലിലുള്ള 2 പ്രധാന ചെറുദ്വീപ സമൂഹങ്ങളാണ് റിച്ചീസ് ദ്വീപ സമൂഹവും ലാബ്രിന്ത് ദ്വീപ സമൂഹവും. ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹത്തെ മൊത്തമായും 2 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് വടക്ക് ആൻഡമാൻ ദ്വീപുകളും തെക്ക് നിക്കോബാർ ദ്വീപുകളും. വടക്ക് ആൻഡമാൻ ദ്വീപുകളെയും തെക്ക് നിക്കോബാർ ദ്വീപുകളെയും വേർതിരിച്ചിരിക്കുന്ന കടലാണ് 10 ഡിഗ്രി ചാനൽ. വടക്ക് ആൻഡമാൻ ദ്വീപുകളെയും തെക്ക് നിക്കോബാർ ദ്വീപുകളെയും വേർതിരിച്ചിരിക്കുന്ന കടൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. അതുപോലെ ബംഗാൾ ഉൾക്കടലിലെ ചെറുദ്വീപുകൾ അഗ്നിപർവ്വത ജന്യമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൺ ദ്വീപ്. നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് ബാരൺ ദ്വീപ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൺ ദ്വീപ്. നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ബാരൺ ദ്വീപ്. തീരപ്രദേശങ്ങളിലാണ് പവിഴപ്പുറ്റുകളും കടൽപ്പുറങ്ങളും ഉൾപ്പെടുന്നത്. ദ്വീപുകളിൽ ഉഷ്ണമേഖലാ സസ്യജാലങ്ങൾ വളരുന്നതിന് കാരണം സംവഹന വൃഷ്ടി ലഭിക്കുന്നതിനാലാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളിൽ ഉൾപ്പെടുന്നവയാണ് ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപ്. അറബിക്കടൽ ദ്വീപ് സമൂഹത്തിലെ ദ്വീപുകൾക്ക് കേരള തീരത്ത് നിന്നുള്ള അകലം പറയുകയാണെങ്കിൽ 280 കിലോമീറ്റർ മുതൽ 450 കിലോമീറ്റർ വരെ മാറി ഉൾക്കടലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടൽ ദ്വീപ സമൂഹത്തിലെ ഏകദേശം ദ്വീപുകളുടെ എണ്ണം 36 ദ്വീപുകളാണ്. അറബിക്കടൽ ദ്വീപ സമൂഹത്തിൽ ഏകദേശം 36 ദ്വീപുകളുണ്ട്. അതിൽ ജനവാസയോഗ്യമായ ദ്വീപുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 11 ദ്വീപുകൾ മാത്രമാണ് ജനവാസയോഗ്യമായിട്ടുള്ളത്. അറബിക്കടൽ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മിനിക്കോയ് ദ്വീപ്. മിനിക്കോയ് ദ്വീപിന്റെ ആകെ വിസ്തൃതി 453 ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. അമിനി ദ്വീപുകളെയും കാനനൂർ ദ്വീപുകളെയും വേർതിരിക്കുന്നത് 11 ഡിഗ്രി ചാനൽ. അമിനി ദ്വീപുകളെയും കാനനൂർ ദ്വീപുകളെയും വേർതിരിക്കുന്നത് 11 ഡിഗ്രി ചാനലാണ്. 11 ഡിഗ്രി ചാനലിന്റെ വടക്ക് കാണപ്പെടുന്ന ദ്വീപാണ് അമിനി ദ്വീപ്. 11 ഡിഗ്രി ചാനലിന്റെ തെക്ക് കാണപ്പെടുന്ന ദ്വീപാണ് കാനനൂർ ദ്വീപുകൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അമിനി ദ്വീപുകളെയും കാനനൂർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് 11 ഡിഗ്രി ചാനലാണ്. 11 ഡിഗ്രി ചാനലിന്റെ വടക്ക് കാണപ്പെടുന്ന ദ്വീപുകളാണ് അമിനി ദ്വീപുകൾ. 11 ഡിഗ്രി ചാനലിന്റെ തെക്ക് കാണപ്പെടുന്ന ദ്വീപുകളാണ് കാനനൂർ ദ്വീപുകൾ. അപ്പം ദ്വീപുകളും ഇവിടെ കംപ്ലീറ്റ് ആയി.
അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇന്ത്യയുടെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങളെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3rd ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.